ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 4 ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എനർജി സിസ്റ്റം, റിന്യൂവബിൾ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ് എനർജി സപ്ലൈ, അങ്ങനെയുള്ളതെല്ലാം ഓരോ ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് എടുത്തു കഴിഞ്ഞാൽ 230 വോൾട്ടാണ്, 3 ഫേസ് എടുത്തു കഴിഞ്ഞാൽ 440 വോൾട്ട് ഉണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ തരം വോൾട്ടേജസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, പിന്നെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പിന്നെ അതിനെ യൂസ് ചെയ്തതിനുള്ള എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് എനർജി മതിയായിട്ടില്ലെങ്കിൽ തൊട്ടടുത്തുള്ള പവർ ഗ്രിഡിലൂടെ നമ്മൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ എനർജി മേടിക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫുള്ളി മാനുവലി ആയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്സ് ലോട്ട് ഓഫ് ഹഡിൽസ്. നമുക്ക് പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനിൽ എത്രത്തോളം എമൗണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പലതരം എല്ലാ ഡാറ്റാസും നമ്മൾ ഓട്ടോമേഷനിലൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിലെ ജനറേറ്റർ ഓൺ ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ത്രൂ ദി കൺട്രോൾഡ് ഓട്ടോമേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ഗ്രിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സോളാർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സോളാർ എനർജി ഉണ്ട്, ഓക്കെ. അതേപോലെ വിൻഡ് എനർജീസ് ഉണ്ട്, അങ്ങനെ പലതരം എനർജീസ് ഉണ്ട്. പിന്നെ അതേപോലെ KSEBന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ നിന്ന് വാട്ടർ കൊണ്ട് യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഇൻഡിവിജ്വൽ ഹൗസസിൽ നിന്നും ഗ്രിഡ് ഉപയോഗിച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒരൊറ്റ നെറ്റ്വർക്കിലൂടെയാണ്. സോ ആ നെറ്റ്വർക്കിൻ്റെ ഇൻ്റഗ്രേഷൻസ് ചെയ്യുന്നത് ഗ്രിഡിലൂടെയാണ്. അപ്പോൾ പലതരം പാരാമീറ്റേഴ്സ് നമുക്ക് ഈ ഗ്രിഡിൽ ആവശ്യങ്ങൾ വരുന്നുണ്ട്. വോൾട്ടേജ്, കറണ്ട്, ഫ്രീക്വൻസി, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ എത്രത്തോളം നമ്മൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നു, എത്രത്തോളം എനർജി നമ്മൾ മേടിക്കും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ മാക്സിമം വോൾട്ടേജ് ഓഫ് ജനറേഷൻ, ഓക്കെ. ജനറേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഹൈ വോൾട്ടേജ് വരുന്നുണ്ട്. ജനറേറ്റ് ചെയ്ത ശേഷം ഹൈ വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്ക് ആവശ്യമുള്ള യൂസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വിൻഡ് മിൽസ് കണക്ട് ചെയ്യുന്നുണ്ട്. അത് വിൻഡ് മില്ലുള്ള വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. സോളാർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോളാറിൻ്റെ വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം വോൾട്ടേജ്, ഹൈ വോൾട്ടേജ്, മീഡിയം വോൾട്ടേജ്, ഡിസ്ട്രിബ്യൂഷൻ സൈഡിൽ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പവർ സിസ്റ്റം നെറ്റ്വർക്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൺട്രോൾ ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് നമ്മൾ പുതിയ ഓരോ സംഭവങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളൊരു ബേസിക് ആർക്കിടെക്ചർ ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം, അതായത് നമ്മൾ ഈ ഒരു ഓട്ടോമേഷനൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. ആ ജനറേറ്റിംഗ് സ്റ്റേഷന് വോൾട്ടേജ് ഒരു 765 kV വോൾട്ടേജ് അയച്ചു കൊടുക്കുന്നു. അത് വ്യത്യസ്ത സബ്സ്റ്റേഷനിൽ എത്തുന്നു അക്കോർഡിംഗ് ടു ദി നീഡ്സ് ഓഫ് കസ്റ്റമേഴ്സ്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ നീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വെരി ഹൈ ആയിരിക്കും. അപ്പോൾ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മൾ കൊടുക്കും. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വോൾട്ടേജസ് കുറച്ചും കൂടെ കുറവായിരിക്കും. എന്നിട്ട് അതിൽ കമേഴ്ഷ്യൽ പർപ്പസ്, വീട്ടിലേക്ക് പോകുന്നത്, അങ്ങനെയുള്ള ഒരുപാട് തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തുകൊണ്ടിരുന്നു. സോ ഇതെല്ലാം ഇറ്റ് ഈസ് നോട്ട് ഇന്റർകണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും വർക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് നമ്മുടെ കയ്യിൽ ഇല്ല, ഓക്കെ. ഇപ്പോൾ കമേഴ്ഷ്യൽ ലോഡ് ഇവിടെ ഓൺ ആണോ, കമേഴ്ഷ്യൽ ലോഡ് ഇവിടെ ഓഫ് ആണോ, ഓക്കെ, എത്രത്തോളം വോൾട്ടേജ് നമുക്ക് ഇതിന് ആവശ്യം വേണ്ടും, ഏതൊക്കെ ടൈമിലാണ് പീക്ക് ലോഡ്, അങ്ങനെയുള്ള ഒരു ഡാറ്റാസും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെലികോം ഡാറ്റ നെറ്റ്വർക്കിലൂടെ ഈ സാധനങ്ങളെല്ലാം ഇന്റർകണക്ട് ചെയ്യാൻ തുടങ്ങി, ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കിയ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഉണ്ട്. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും ഓരോ സ്ഥലത്തേക്ക് പണ്ട് നമ്മൾ പോയ ഓരോ സ്ഥലത്തേക്ക് തന്നെ പോകുന്നുണ്ട്. പക്ഷേ അവിടെ നോക്കിയാൽ നമുക്ക് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക് പോകുന്നുണ്ട്. എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ മെഷറിംഗ് ആൻഡ് കൺട്രോൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് അവിടെ എത്രത്തോളം വോൾട്ടേജസ് പോയി, എത്രത്തോളം കറണ്ട് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ഡാറ്റാസ് മെഷർ ചെയ്യാനും അവിടേക്ക് പോകുന്ന വാല്യൂസിനെ ഓപ്പൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും അവിടുത്തെ റീഡിങ്സ് എടുക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് തുടങ്ങിയത്, ഒരു ഡാറ്റ
നെറ്റ്വർക്ക്. ഡാറ്റ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെയും തമ്മിൽ ഒന്നിച്ച് കണക്ട് ചെയ്യുകയും ആ ഒന്നിച്ച് കണക്ട് ചെയ്ത സാധനത്തിന് നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ട് കൺട്രോൾ ചെയ്യുകയും നമ്മൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തപ്പോൾ എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എഫിഷ്യൻസി ഓഫ് ദി പവർ സിസ്റ്റം എഫിഷ്യൻസി ഇൻക്രീസ് ആകാൻ തുടങ്ങി. പിന്നെ പവർ ഗ്രിഡിൽ ഉണ്ടാകുന്ന വേരിയസ് ഫ്ലക്ച്വേഷൻ്റെ അല്ലെങ്കിൽ കുറേയധികം ഓപ്പറേഷൻ ഫെയിലിയേഴ്സ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. പിന്നെ കുറേ കാരണം കൊണ്ടുള്ള ബ്ലാക്ക് ഔട്ടുകളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ പലതരം പ്രോബ്ലംസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റി, പലതരം അഡ്വാൻറ്റേജസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ളതിന് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്കൊരു ഒരു ഡാറ്റാ സെൻറ്റർ അല്ലെങ്കിൽ കൺട്രോൾ സെൻറ്റർ, ഒരു ഡാറ്റാ സെൻറ്റർ എങ്ങനെ വർക്ക് ചെയ്യണമെന്നാണ് നമുക്ക് ഈ ഒരു ഇതിൽ ഒരു ആർക്കിടെക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ആർക്കിടെക്ചറിൻ്റെ പേര് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ സെൻറ്റർ ഉണ്ട്. ഓക്കെ, കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്, ഇവിടെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, വീണ്ടും ഇവിടെ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, ബ്രേക്കേഴ്സ് ഉണ്ട്, പിന്നെ അതേപോലെ കറണ്ടും വോൾട്ടേജും മെഷർ ചെയ്യാനുള്ള CT അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഡാറ്റാസ് എല്ലാം നമുക്കൊരു കൺട്രോൾ സെൻറ്ററിൽ എത്തിയാൽ മാത്രം തന്നെയാണ് കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ രീതിയിൽ എങ്ങനെയൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം, എവിടെയൊക്കെ ലോഡ് ആവശ്യം വരുന്നുണ്ട്, എവിടെയൊക്കെ ജനറേഷൻ നടക്കേണ്ടത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം AC വോൾട്ടേജ് നമുക്ക് എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ജനറേഷനും കൺസ്യൂമേഷൻ അല്ലെങ്കിൽ ഒരു എനർജി കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എപ്പോഴും ഒരു സിങ്ക്രോ ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് പവർ സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി നിർത്താൻ പറ്റുള്ളൂ. സിങ്ക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എവിടെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റാത്തത് റിയൽ ടൈമായിട്ട് അത് കൺസ്യൂം ചെയ്യണം. എപ്പോഴൊക്കെയാണോ കൺസ്യൂമറിന് പീക്ക് ലോഡ് ആവശ്യം വരുന്നത് ആ സമയത്ത് നമ്മൾ ജനറേഷൻ കൂട്ടണം. എപ്പോഴാണോ കൺസ്യൂമറിൻ്റെ ലോഡ് വളരെ കുറയുന്ന ആ സമയത്ത് നമ്മൾ ജനറേഷൻ കുറയ്ക്കണം. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ആർക്കിടെക്ചറിലൂടെയാണ്. ആ ആർക്കിടെക്ചറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം IEC 61850 എന്നുള്ള ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പോഴേ കണ്ട ഈ ഒരു വലിയ ഡയഗ്രാമിനെ നമ്മൾ സിംപ്ലിഫൈഡ് ആയിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റേഷൻ അല്ലെങ്കിൽ ജനറേറ്റിംഗ് സ്റ്റേഷനിലുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ ടെലികോം പ്രൊട്ടക്ഷൻ മാനേജ്മെൻറ്റ് മെഷർമെൻറ്റ്, ഓക്കെ, അപ്പോൾ പ്രൊട്ടക്ഷൻ മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കിട്ടുന്ന എല്ലാ ഡാറ്റാസും നമ്മൾ മനസ്സിലാക്കുന്നു. ഒന്ന്, ഇവിടുന്ന് സർവീസ് സിസ്റ്റം നമുക്ക് പല കാര്യങ്ങൾ ഇപ്പോൾ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള സെക്യൂരിറ്റി, ഫയർ മോണിറ്ററിങ്, ആക്സസ് കൺട്രോൾ, ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. പിന്നെ കോർപ്പറേറ്റ് ഡാറ്റാസ്, ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റോർ ചെയ്ത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞെങ്കിൽ IEC 61850 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്റ്റേഷൻ ആർക്കിടെക്ചറാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓപ്പറേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഓരോ സ്ഥലത്തിലും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൺട്രോൾസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു അല്ലേ. ഈ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ സ്ഥലത്തേക്കും ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിനാണ് നമ്മൾ കൺട്രോൾ പോയിന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡാറ്റാസ് എല്ലാം ഈ കൺട്രോൾ പോയിന്റിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൺട്രോൾ ഇൻഫ്രാസ്ട്രക്ചർ മോണിറ്ററിങ്, ഓക്കെ, കൺട്രോളിങ് ദി ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിത്ത് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഓരോ നിയമവശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനാണ് നമ്മൾ പ്രോട്ടോകോൾ എന്ന് പറയും. അപ്പോൾ ഇതെല്ലാം ഡിഫൈനിൽ ഏതിൽ ചെയ്തിട്ടുണ്ട്, IEC 61850 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ പലതരം സിസ്റ്റങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്കാഡ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സീരിയൽ ഡാറ്റ അക്വിസിഷൻ ആണ് നമ്മൾ ഈ സ്കാഡ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോർപ്പറേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ട്രാഫിക്, ലാന്, ഇമെയിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും കൺട്രോൾ ചെയ്യാനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ മൾട്ടി സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ സെക്യൂരിറ്റി, ഓക്കെ. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും സെക്യൂർ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് സാധനങ്ങളുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സെക്യൂരിറ്റി ആരൊക്കെയാണ് അത് ഒത്തൻറ്റിക്കേറ്റ് ചെയ്യേണ്ടത്, സർവൈലൻസ് ക്യാമറ, ഓതറൈസേഷൻ, അക്കൗണ്ടിങ്, ഡാറ്റ ലോഗിങ് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇത് പറയുന്നതിന് മുമ്പ് നമുക്കൊരു ആർക്കിടെക്ചർ ഇവിടെ പറയാനുണ്ട്. ആർക്കിടെക്ചറും കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അതിൽ 2 ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഗൂസ് എന്ന് പറഞ്ഞിട്ടൊരു ടേം നമുക്ക് പഠിക്കാനുണ്ട്. ഗൂസ് എന്ന് പറഞ്ഞാൽ ജനറിക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സബ്സ്റ്റേഷൻ ഇവൻ്റ് എന്നാണ് നമ്മൾ ഗൂസ് എന്നുള്ളൊരു അബ്രിവേഷനിൽ നമുക്ക് അറിയപ്പെടുന്നത്. ജനറിക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സബ്സ്റ്റേഷൻ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. അപ്പോൾ ഓരോ ഡിവൈസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ് ഈ ഗൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈസ് ഡിഫൈൻഡ് ബൈ IEC 61850 സ്റ്റാൻഡേർഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഡാറ്റ റിയൽ ടൈമായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ട്രിപ്പിംഗ് സ്കില്ലിൽ നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ആകെ കൂടെ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പബ്ലിഷർ എന്ന് പറഞ്ഞാൽ വൺ ഡിവൈസ് സെൻഡ് ഔട്ട് ദി മെസ്സേജ് എബൌട്ട് ദി ഇവൻറ്റ്. എന്ത് ഇവൻ്റാണ് നടക്കാൻ പോകുന്നത്, ഇപ്പോൾ ട്രിപ്പിംഗ് ഇവൻ്റ് ആണോ അല്ലെങ്കിൽ ഓപ്പൺ ഇവൻ്റ് ആണോ, അതല്ല സർക്യൂട്ടിൻ്റെ എന്തെങ്കിലും ലോഗ് എടുക്കുകയാണോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അയക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് എനി നമ്പർ ഓഫ് അതർ ഡിവൈസസ് ദാറ്റ് ഈസ് സബ്സ്ക്രൈബർ. അപ്പോൾ ഇവിടുന്ന് ഒരു ഡാറ്റ കൊടുക്കുന്നു. ഇവിടെ 3 ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടുന്ന് ഡാറ്റ 3 എണ്ണത്തിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓൺ ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. സോ ഇതാണ് പബ്ലിഷറും, ഇതാണ് നമ്മൾ കമൻറ്റ് കൊടുക്കുന്ന പബ്ലിഷറും, ഇവിടെ കിട്ടുന്നത് റിസീവറും ഒക്കെയാണ്, സബ്സ്ക്രൈബറും ആണ്. അപ്പോൾ നമുക്കങ്ങനെ ഓരോന്നിനും ഡാറ്റാസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മൾട്ടി കാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചെയ്യാൻ പറ്റും. ഈ ചെയ്യുന്ന ഡാറ്റാസ് ട്രാൻസ്ഫർ ഫാസ്റ്റും റിലയബിൾ ആണ്. ഇവൻറ്റ് ബേസ്ഡ് ആൻഡ് റിഡൻഡൻസി. നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് ഡാറ്റ അവിടെ റിസീവ് ചെയ്തോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ മെക്കാനിസം ടു എൻഷുർ ദ മെസ്സേജ് ആർ റിസീവ്ഡ് ഈവൺ ഇഫ് ദർ ഈസ് നോ നെറ്റ്വർക്ക് ഇഷ്യൂസ്. അങ്ങനെയുള്ള നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ അവിടെ എത്തിയോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഗൂസിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് ഒരുപാട് ടെക്നിക്കലായിട്ടല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ഗൂസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഗൂസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ IED എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടേം ഉണ്ട്, ഇൻ്റലിജൻറ്റ് ഇലക്ട്രോണിക്സ് ഡിവൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊന്നുമില്ല, നമുക്ക് കയ്യിലുള്ള ഒരു ചെറിയ കൺട്രോളർ ഡിവൈസോ അല്ലെങ്കിൽ ഒരു കൺട്രോൾ പാനറ്റിനാണ് നമ്മൾ ഇൻ്റലിജൻറ്റ് ഇലക്ട്രോണിക്സ് ഡിവൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെയൊക്കെ ഒരു ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറോ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഫിസിക്കലായിട്ട് അതിന് സ്വിച്ചസ് ഉണ്ടാവും. ആ ഫിസിക്കലായിട്ടുള്ള സ്വിച്ചസിന് നമ്മൾ അവിടെ പോയിട്ട് ഓൺ ചെയ്യും ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഒരു മൈക്രോ പ്രൊസസർ ബേസ്ഡ് കൺട്രോളർ നമുക്ക് ഉണ്ടാവും. ആ കൺട്രോളർ നമുക്ക് എന്ത് ചെയ്യും, പ്രൊട്ടക്ഷൻസ് ചെയ്തു തരും, കൺട്രോൾ ചെയ്തു തരും, മോണിറ്ററിങ് ചെയ്തു തരും, ഓട്ടോമേഷൻ ഫംഗ്ഷൻ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചെയ്തു തരും. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന ഏത് ആർക്കിടെക്ചറിലാണ്, ഏതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരമാണ്, IEC 61850. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓരോ സബ്സ്റ്റേഷനിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ആ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എന്തായും അതിൻ്റെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡാറ്റ ട്രാൻസ്ഫറിങ്, ഫാൾട്ട് ഡിറ്റക്ഷനൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സബ്സ്റ്റേഷൻ ആർക്കിടെക്ചർ നോക്കി. ഇപ്പോൾ IED എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേ അല്ലെങ്കിൽ പ്രോസസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ബേ അല്ലെങ്കിൽ പ്രോസസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രോസസ് ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, വേരിയസ് സെൻസേഴ്സ് ഉണ്ട്. ഇവിടെ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. CT എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ ആണ്, പ്രൈമറി പവർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ബേ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 1ഉം ബേ N എന്ന് പറഞ്ഞാൽ nth. എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഒരു സിസ്റ്റത്തിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, CT, PT, സെൻസർ, സർക്യൂട്ട് ബ്രേക്കർ ഒക്കെ ഉണ്ടാവും. ഇവിടുന്ന് പലതരത്തിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിലൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ബേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഗൂസ് ട്രാൻസ്ഫർമേഷനും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഗൂസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ജനറിക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സബ്സ്റ്റേഷൻ ഇവൻ്റ്. അപ്പോൾ ഈ ഒരു കൺട്രോൾ മെക്കാനിസംസ് വെച്ചിട്ട് നമുക്ക് IED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞു IED എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റലിജൻറ്റ് ഇലക്ട്രോണിക് ഡിവൈസ്. അവിടെ എത്തുകയും അവിടുന്ന് വീണ്ടും ഓരോ കമ്മ്യൂണിക്കേഷൻ വഴി നമുക്ക് സ്കാഡയിലൂടെ ഡാറ്റാസ് മനസ്സിലാക്കാൻ പറ്റും. HMIയിലൂടെ നമുക്ക് ഡാറ്റാസ് മനസ്സിലാക്കാൻ പറ്റും. HMI എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് ആണ്. നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസിനെയൊക്കെയാണ് കൺട്രോൾ പാനറ്റും അങ്ങനെയുള്ളതൊക്കെയാണ് ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് എന്ന് നമ്മൾ പറയുക. പിന്നെ ഗേറ്റ് വേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എതർനെറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഗേറ്റ് വേ ഫെയർവാൾ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. സബ്സ്റ്റേഷൻ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അങ്ങനെയുള്ള പല ഡാറ്റാസും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു
സ്മാർട്ട് ഗ്രിഡ് സബ്സ്റ്റേഷനിൽ എങ്ങനെയാണ് നമ്മൾ IEC ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്റ്റേഷൻ ബസ് എന്താണെന്ന് പറഞ്ഞു, പ്രോസസ് ബസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്റ്റേഷൻ ലെവലിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒരു IECയുടെ സബ്സ്റ്റേഷൻ ആർക്കിടെക്ചർ വരയ്ക്കാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ താഴെ CT PT തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കുക, സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഒക്കെ വരയ്ക്കുക. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ മേലെ സ്റ്റേഷൻ ലെവലിലുള്ള ഡാറ്റ ട്രാൻസ്ഫറിങ് സ്കാഡയിലൂടെ നമ്മൾ ഡാറ്റ അക്വിസിഷൻ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ബാക്കപ്പ് സെർവർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പ്രോസസ് ലെവൽ എന്താണ്, ബേ ലെവൽ എന്താണ്, സ്റ്റേഷൻ ലെവൽ എന്താണെന്ന് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് എങ്ങനെയാണ് ഈ IEC 61850 എന്നുള്ളത് വന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ പ്രൊജക്ട്സുകൾ, കുറേ സ്റ്റാൻഡേർഡ്സ് എല്ലാം കൂടെ നമ്മൾ ഒത്തൊരുങ്ങിയിട്ട് പല കാര്യങ്ങളിൽ നിന്നും പ്രോട്ടോകോൾസ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഫൈനലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ IEC 61850 എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ആൻഡ് സിസ്റ്റംസ് ഇൻ സബ്സ്റ്റേഷൻ. ഓക്കെ, സബ്സ്റ്റേഷന് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ്സർ ഡിവൈൻ വാട്ട് ആൻഡ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബ്സ്റ്റേഷനിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, ഇറ്റ് വിൽ ബി ഓപ്പൺ ഓർ ക്ലോസ് ദി സർക്യൂട്ട്. ഓക്കെ, സെൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ സെൻസ് ദി പ്രീസെറ്റ് വാല്യൂ, അങ്ങനെയുള്ള കാര്യം. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. സ്റ്റാൻഡേർഡൈസ് ആൻഡ് എക്സ്പെൻഡ് ഒബ്ജക്റ്റീവ് മോഡൽ. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് അത് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. സ്റ്റാൻഡേർഡൈസ് കോൺഫിഗറേഷൻ ലാംഗ്വേജ്, പിന്നെ സ്പെസിഫിക്കേഷൻ ഓഫ് ദി കൺഫോമിറ്റി ടെസ്റ്റ് ആൻഡ് ഫസ്റ്റ് മോം, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ആർക്കിടെക്ചർ നമ്മൾ അപ്പോഴേ കണ്ടതിനെ വീണ്ടും ഒന്ന് ചെറുതാക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റേഷനിലുള്ള വേരിയസ് സാധനങ്ങൾ ഡാറ്റ മോഡൽ സർവീസ് ചെയ്യുന്നു, നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാം കൂടെ ചേർന്നാണ് ഈ IEC 61850 ആർക്കിടെക്ചർ. അപ്പോൾ ഈ ആർക്കിടെക്ചറിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം 10 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ പാർട്ടും എന്തൊക്കെയാണെന്നുള്ളതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചില സമയങ്ങളിൽ ഈ എക്സാമിൽ ഇത് ചോദിക്കുന്നുണ്ട്, സ്ട്രക്ചറും ചോദിക്കാറുണ്ട്, ആർക്കിടെക്ചറും നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്പർ കോമൺ ആണ്. ഫസ്റ്റ് പാർട്ടിൽ ഇൻട്രൊഡക്ഷൻ, ഓവർവ്യൂ, ഗ്ലോസറി, ജനറൽ റിക്വയർമെൻറ്റ്, സിസ്റ്റം ആൻഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ റിക്വയർമെൻറ്റ്, കോൺഫിഗറേഷൻ ലാംഗ്വേജ് ഇൻ ദി സബ്സ്റ്റേഷൻ ടു IEDs. IED എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ ഫോർ ദി സബ്സ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞു. പ്രിൻസിപ്പിൾ ആൻഡ് മോഡൽ എന്താണെന്ന് പറഞ്ഞു. അബ്സ്ട്രാക്ട് കമ്മ്യൂണിക്കേഷൻ സർവീസ് ഇൻ്റർഫേസ്, കോമൺ ഡാറ്റ ക്ലോസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് 7-ലുള്ളത്. 8-ൽ പറഞ്ഞാൽ മാപ്പിംഗ് ടു MMS. ഓക്കെ, അതേപോലെ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ സർവീസ് മാപ്പിംഗ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഫാൾട്ട് നടന്നു കഴിഞ്ഞാൽ ആ ഫാൾട്ട് ഇന്ന സ്ഥലങ്ങൾ അറിയിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേരിയസ് പ്രൊട്ടക്ഷനുള്ള ഡാറ്റാസ് നമുക്ക് അറിയിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങൾസും നമുക്ക് ഈ ഓരോ നമ്പറിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ആവശ്യങ്ങളാണോ ആ ഓരോ നമ്പറിലും നമുക്ക് ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു IEC 6180 ഒരു മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് എതർനെറ്റ് ബേസ്ഡ് പ്രോട്ടോകോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പിൾ വാല്യൂസ്, മാനുഫാക്ചർഡ് മെസ്സേജ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ MMS എന്ന് പറഞ്ഞത് നമ്മൾ മാത്രമേ പറഞ്ഞുള്ളൂ. മാനുഫാക്ചറിങ് മെസ്സേജ് സ്പെസിഫിക്കേഷൻസ് തുടങ്ങിയുള്ള ട്രാൻസ്പോർട്ട് ഡാറ്റ കമൻസ് കൊടുക്കാൻ പറ്റും. ടൈം സിങ്ക്രോണൈസേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 11:00 എന്നുള്ള ടൈമിൽ ട്രിപ്പ് ആവണം, അല്ലെങ്കിൽ ഫാൾട്ട് നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും അതിൻ്റെ ക്ലോക്കിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണം, എന്നാൽ മാത്രമേ ഒരേ സമയത്ത് ടൈം ട്രിപ്പ് ആവുള്ളൂ. അങ്ങനെയുള്ള സാമ്പിൾ നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ തുടങ്ങിയുള്ള സിങ്ക്രോണൈസേഷന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലോസ്ലെസ് ആർക്കിടെക്ചർ, പല റിഡൻഡൻസീസ്, ഫെയിലിയേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. സബ്സ്റ്റേഷൻ കോൺഫിഗറേഷൻ ലാംഗ്വേജസ്, അപ്പോൾ പല ഡാറ്റാസും നമുക്ക് കോൺഫിഗറേഷൻ ചെയ്ത് എടുത്ത് നമ്മുടെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സബ്സ്റ്റേഷനിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷനാണ് വേണ്ടതെന്ന് പവർ ജനറേറ്റർ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, ട്രാൻസ്ഫോമർ ഉണ്ടാകും, കപ്പാസിറ്റർ ഉണ്ടാകും, പവർ ലൈൻ ഉണ്ടാകും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച IECന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഇംപ്രൂവ് ഇൻ്റഗ്രേഷൻ, പല സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഓരോ സാധനങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യിക്കാൻ പറ്റും. റെഡ്യൂസ് ഡിപ്പെൻഡൻസി ഓൺ ദ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾസ്. ഓക്കെ, പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾസ് ഉപയോഗിച്ച് മാത്രം അത് വർക്ക് ചെയ്യണം എന്നുള്ളത് വേണ്ട, നമ്മുടേതായിട്ടുള്ള രീതിയിൽ കോൺഫിഗറേഷൻ ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റെഡ്യൂസ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് മോസ്റ്റ് കോപ്പർ വയറിംഗ്. അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനെല്ലാം കോപ്പർ വയറിങ്സ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ഇങ്ങനത്തുള്ള സ്കാഡയൊക്കെ ഉപയോഗിച്ച്
വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നടക്കുന്ന ഡാറ്റാസ് വൈഫൈയിലൂടെ തന്നെ നമുക്ക് കിട്ടാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൊവൈഡ് ഫ്ലെക്സിബിൾ പ്രോഗ്രാം പ്രൊട്ടക്ഷൻ സ്കീം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ സ്കീംസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്സ് ഹാർഡ്വെയർ കണക്ഷൻസ് നമുക്കൊരു പരിധി വരെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സെറ്റ് ആൻ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റി. സെറ്റ് ആൻ അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റി. അപ്പോൾ നമുക്കുള്ള നെറ്റ്വർക്കിന് മാനേജ്മെൻറ്റ് പ്രോട്ടോക്കോൾസ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് വ്യത്യസ്ത രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഹൈ സ്പീഡും പിയർ ടു പിയർ കമ്മ്യൂണിക്കേഷനാണ്. നമുക്ക് വളരെ വേഗത്തിലും തൊട്ടടുത്തുള്ള ഡിവൈസുകളും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിവൈസുകൾ പെട്ടെന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. റെഡ്യൂസ് കമ്മീഷൻ ടൈംസ് ആൻഡ് കോസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സബ്സ്റ്റേഷനിലുള്ള കൺസ്ട്രക്ഷൻ സമയം അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ഡിവൈസിൻ്റെ ഡാറ്റാസ് നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് മോണിറ്റർ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള സമയം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും ഇതിൽ എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്നും കൂടെ വായിച്ചു നോക്കാം. പ്രോസസ് ലെവൽ, ബേ ലെവൽ, സ്റ്റേഷൻ ലെവൽ, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ മാനുഫാക്ചറിങ് മെസ്സേജ് സ്പെസിഫിക്കേഷൻ, സ്കാഡ, EDCയുടെ കൂസ്, SMB എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക. നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. താങ്ക് യു.